നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നാട്ടിലോട്ട് ആരംഭിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് ഇറങ്ങിയതോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചിരിക്കുന്നു. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി. എന്നാൽ പലയിടങ്ങളിലും തർക്കങ്ങൾ കാരണം സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. 21 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. 22-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 24-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതോടുകൂടി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമാകും. ഇപ്പോഴും മുന്നണികൾക്ക് പൂർണ്ണമായും നഗരസഭകളിലേക്കുള്ള കോർപ്പറേഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പോലും എല്ലായിടത്തും പൂർണ്ണമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 മുന്നണികളിലും പലയിടത്തും തർക്കങ്ങളാണ്. വിമത ഭീഷണിയും മുന്നണികൾക്ക് വെല്ലുവിളിയായുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിലും സമാനമാണ് സാഹചര്യം. തിരുവനന്തപുരം നഗരസഭയിലേക്കും ഇനിയും 3 മുന്നണികളും പൂർണ്ണമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചിടങ്ങളിൽ പോലും ഇടത് വലത് മുന്നണികൾക്കും BJPയും ഒക്കെ വിമത ശല്യമുണ്ട്. അത് മറികടക്കാനുള്ള ശ്രമങ്ങളിലുമാണ് മുന്നണികൾ. ഏതായാലും സംസ്ഥാനത്തെ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക്, സംസ്ഥാന രാഷ്ട്രീയ സൗന്ദര്യ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രാദേശികമായ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട വിഷയങ്ങളും വലിയ പ്രചരണ ആയുധമാക്കി, പ്രചരണ വിഷയമാക്കി ഇതിനകം സർക്കാരിനെതിരെ, ഇടതുമുന്നണിക്കെതിരെ BJPയും കോൺഗ്രസും കൊണ്ടുവരുന്നുണ്ട്. പദയാത്രകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പദയാത്രകൾക്ക് പല സ്ഥലങ്ങളിലും നേതൃത്വം നൽകുകയാണ്. വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയരുമ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങളുടെ, ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ തണലിൽ തന്നെയാണ് സർക്കാർ പ്രതീക്ഷ കണ്ടെത്തുന്നത്. അത് എല്ലാ വിവാദങ്ങളും മറികടന്ന് വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാവുന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. എന്നാൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി വലിയ വിജയമുണ്ടാകും, വലിയ രീതിയിൽ തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുമെന്ന ആത്മവിശ്വാസവുമായാണ് UDF കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. BJP ആകട്ടെ കഴിഞ്ഞ തവണ രണ്ട് നഗരസഭകളാണ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ഇത്തവണ അത് നിലനിർത്തുകയും കൂടുതൽ നഗരസഭകളിലേക്ക് തങ്ങളുടെ ആധിപത്യം വ്യാപിപ്പിക്കും. 25% വോട്ട് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇന്നും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കുവച്ചു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും മുന്നണികൾക്ക് വെല്ലുവിളിയുമായി ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഇപ്പോഴും രംഗത്തുണ്ട്. അവരെയൊക്കെ പിൻവലിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണി നേതൃത്വവും സ്ഥാനാർത്ഥികളും ഒക്കെയുള്ളത്. ശരി, VVRന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗമാണ് തമ്പാനൂർ. എല്ലാവർക്കും അറിയാം, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം തമ്പാനൂർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തമ്പാനൂർ വാർഡിന് ഈ തെരഞ്ഞെടുപ്പ് കാലം വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം കൂടിയാണ്. വെള്ളക്കെട്ടൊക്കെ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. തമ്പാനൂർ വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വാശിയേറിയ പോരാട്ടം നടക്കുന്ന തമ്പാനൂർ വാർഡിൽ മുൻ കോൺഗ്രസ് സഹയാത്രികരായ തമ്പാനൂർ സതീശിനെതിരെ അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത് ഹരികുമാറാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹി കൂടിയാണ്. അദ്ദേഹം എന്നോടൊപ്പം ബ്ലോക്ക് പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ തമ്പാനൂർ സതീശിനെ അല്പസമയം മുമ്പ് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ 100 കോടിയുടെ വികസനമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ ഒരു AC കല്യാണ മണ്ഡപം പണിയെന്ന് വെക്കുന്നത്. എന്താണ് അതിനുള്ള മറുപടി? ഇതൊന്നും നടക്കാത്തൊരു കാര്യമാണ്. ഇത് പറഞ്ഞിട്ടങ്ങ് പോകുന്നുള്ളതല്ലാതെ ഇവിടുത്തെ ആദ്യം പരിഹരിക്കേണ്ട പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ പാർപ്പിട പ്രശ്നമാണ്. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മൾ 1000 വീടുകൾ കൊണ്ടുവന്നതാണ്. അതിന് ഇവരെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് ഇതിനൊക്കെ തുരങ്കം വെച്ചത്. ഈ AC ഇന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു തട്ടിപ്പും മാത്രമാണ്. അതിന്റെ അകത്ത് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ കോൺഗ്രസ് എന്ത് പറഞ്ഞാണ് താങ്കൾ വോട്ട്? ഞങ്ങൾ ഇവിടെ പറയുന്നത് ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന 1000 വീട് ഇവിടെ എല്ലാവർക്കും ഭവനം എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതി. ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കും. അതുപോലെ തന്നെ ഇവിടെ ആർക്കും തന്നെ വീടില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ ഡ്രെയിനേജ് പ്രോബ്ലം, പ്രധാനമായിട്ടുള്ള ഡ്രെയിനേജ് പ്രോബ്ലമാണ്. ഇവിടെ തന്നെ ഈ വീട്ടിൽ കൂടെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രെയിനേജ് പ്രോബ്ലം. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം. അത് രാജാജി നഗറിന്റെ മാത്രമല്ല, തമ്പാനൂർ SS കോളനിയിൽ പോലും ഇരു കരകളിലെ വീടുകളിൽ ഡ്രെയിനേജ് നിറഞ്ഞു കിടക്കുന്നു, റോഡ് പൊക്കി. കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറയുന്നത് LDFന്റെ കൌൺസിലർ മണ്ഡലത്തിന്റെ കാലമാണ്. ആ കാലഘട്ടത്തിൽ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ 300 പേർക്ക് വീട് കൊടുക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് തറക്കല്ലിട്ടു. ഇപ്പം 32 വീട് മാത്രമാണ് നിർമ്മിക്കുന്നത്. ആ 32 വീട് ആർക്കാണെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു സാഹചര്യമാണ്. ഇതാണ് ഇവിടുത്തെ. ഈ വാർഡ് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് തീർച്ചയായും കോൺഗ്രസ് പാർട്ടി പ്രാവശ്യം ജയിച്ചിരിക്കും. നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കും. കോൺഗ്രസ് പാർട്ടി ജയിച്ചിരിക്കും. എല്ലാ ആശംസകളും. തമ്പാനൂർ വാർഡിലെ LDFന്റെ സ്ഥാനാർത്ഥി മുൻ കൌൺസിലർ കൂടിയായ MV ജയലക്ഷ്മിയാണ്. വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആദ്യഘട്ടം? കുഴപ്പമില്ല, പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ്. തമ്പാനൂർ ഭാഗമെല്ലാം ഓൾറെഡി അറിയാവുന്നതുകൊണ്ടും അവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ അറിയാവുന്നതായതുകൊണ്ടും എന്ത് ചെയ്തു എന്നുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല. ഈ വഞ്ചൂർ വാർഡ് കൂടിച്ചേർത്ത ഭാഗം എനിക്ക് വലിയ പരിചയമില്ലാത്ത വാർഡാണ്, ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് റൗണ്ട് ഇവിടെ തന്നെ ആദ്യമായിട്ട്
വീട് കയറി എല്ലാവരും ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ചെയ്യുന്നത്. ഞങ്ങള് മറ്റ് 2 സ്ഥാനാർത്ഥികളെ കണ്ടിരുന്നു. ഇപ്പോൾ അതില് UDF സ്ഥാനാർത്ഥി പറയുന്നത് അവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് 10 വർഷം LDFന്റെ പദ്ധതി ഉണ്ടായിട്ടും പരിഹാരം കാണാൻ പറ്റിയില്ല. BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നത് അവിടെ AC കല്യാണ മണ്ഡപം പണിയും അവിടെ 100 കോടിയുടെ വികസന പദ്ധതി രാജാജി നഗർ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നു. എന്താണ് അവർക്കുള്ള മറുപടി? അല്ല, അവർ 10 വർഷം LDF കൌൺസിലർമാരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്കറിയാം 10 വർഷം ഇരുന്ന LDF കൌൺസിലർമാർ എന്ത് ചെയ്തുവെന്നും അതിന് മുന്നേ ഇവരൊക്കെ കൌൺസിലേഴ്സ് ആയിരുന്നല്ലോ, അവരെന്താണ് ചെയ്തിട്ടുള്ളതെന്നും ജനങ്ങൾക്കറിയാം. അവര് 100 കോടിയുടെ വികസനം അവരെന്താണ് അവിടെ BJP എന്താണ് അവിടെ ചെയ്യാൻ, ഞങ്ങൾ ഓൾറെഡി അവിടെ ഫ്ളാറ്റ് പണിയുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഫ്ളാറ്റ് ഇവിടെ ചെയ്യുന്നത്. അതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ അടുത്ത എങ്ങനെയാണ് ഈ രാജാജി നഗറിലൊക്കെ എന്നായിരിക്കും പ്രചാരണം? മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഈ വീടുകൾ കയറി ഇറങ്ങുന്നത് തീർത്തിട്ടേ ഉള്ളൂ അതോ? അല്ല, ഇന്ന് ഇവിടുത്തെ വഞ്ചൂരുണ്ടത് ഈ ഭാഗത്തുള്ളത് ഇന്ന് തന്നെ തീരും. നാളെ മുതൽ കാര്യം അവിടെ ഉള്ളവർക്കെല്ലാം എന്നെ പ്രത്യേകിച്ച് അറിയാം. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കാര്യം മഞ്ചൂർ റോഡിലുള്ളവർക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടില്ല എന്ത് ചെയ്തു എന്ന് അവർക്കറിയില്ല. കാര്യം ഞാൻ ഇവിടുത്തെ കൌൺസിലർ അല്ലല്ലോ. അപ്പം തമ്പാനൂർ വാർഡില്ല ആരുടെ വിഷയം ഞാൻ എന്ത് വികസനം അവിടെ ചെയ്തിട്ടുണ്ട്, ഞാനും നിലവിലെ കൌൺസിലറും എന്ത് വികസനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം. ഈ അടിസ്ഥാന സൗകര്യം ഒരുക്കിയില്ല എന്ന് പറയുന്ന കൌൺസിലർ അവിടെ ഇരുന്ന സമയത്ത് അദ്ദേഹം സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി എന്താണ് അവിടെ ചെയ്തു എന്നുള്ളത്. എല്ലാ വിജയാശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ് തമ്പാനൂർ വാർഡ്. അവിടെ മുൻ കോൺഗ്രസ് സഹയാത്രികൻ കൂടിയായ തമ്പാനൂർ സതീഷാണ് BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ആദ്യത്തെ ഒരു ട്രെൻഡ്? വളരെ വിജയപ്രതീക്ഷയാണ് BJPക്ക് ഈ രാജാജി നഗറിലും തമ്പാനൂർ വാർഡിലെ എല്ലാ പ്രദേശത്തും ഉള്ളത്. ഞാൻ ഏകദേശം ഒരു 70% ആൾക്കാരെ കണ്ടു കഴിഞ്ഞു, നേരിട്ട് കണ്ടു കഴിഞ്ഞു. അവിടെയൊക്കെ അവര് ഒരു വികസനമാണ് ആഗ്രഹിക്കുന്നത്. കാരണം മുരടിച്ച ഒരു അവസ്ഥയിൽ നിന്നും വികസനത്തിന്റെ പാതയിലേക്ക് പോകാനുള്ള മോദിയുടെ സന്ദേശം ഇവർ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 100 കോടി രൂപ മുടക്കി ഈ രാജാജി നഗർ നവീകരിക്കുന്ന പുതിയ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സാർ അതിന്റെ പ്രോഗ്രാമായിട്ട് പോകുന്നുണ്ട്. ഭവന മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യ ലക്ഷ്യം ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക രാജാജി നഗർ. അതുപോലെ തമ്പാനൂർ വെള്ളപ്പൊക്കം കേന്ദ്ര ഫണ്ടുകൾ കൊടുത്തിട്ട് പോലും അത് ഫലപ്രദമായി വിനിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ വിളിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ മീറ്റിംഗ് ഒക്കെ നടത്തി നമ്മൾ ഈ വെള്ളപ്പൊക്കം ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി നമ്മളെ ഫണ്ടോടുകൂടി നമ്മുടെ നഗരസഭ ഭരിക്കുകയും ചെയ്യും. ഇവിടെ കൌൺസിലറായിട്ട് ഇനി വരാനും സാധിക്കും. ഒരു വ്യക്തിപരമായ രാഷ്ട്രീയ കാര്യം കൂടി. 2020 ഇതേ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടി ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായി പ്രതിപക്ഷ കക്ഷികൾ താങ്കൾക്കെതിരെ അത് ഉന്നയിക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും. താങ്കൾ എതിർച്ചയായിരിക്കും. അതിന് രാഷ്ട്രീയമായി എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? ഒരു മറുപടിയില്ല. കാരണം EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു. അതുപോലെ തന്നെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളൊക്കെ പഴയകാലങ്ങളിൽ സ്വതന്ത്ര കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നല്ലോ. അതിന്റെ പിന്തുണക്കാരല്ല നമ്മൾ. നമുക്ക് ഇന്ന് തോന്നിയത് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി, പാവപ്പെട്ടവന്റെ സംരക്ഷകൻ. എല്ലാ സംസ്ഥാനങ്ങളിലും പട്ടിക ഉൾപ്പെടെയുള്ള പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ, സാധാരണക്കാരായ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ ഉൾപ്പെടെയുള്ള അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളും ഈ കോളനികളൊക്കെ ഫ്ളാറ്റ് സമുച്ചയമാക്കിയിട്ടുള്ളത്, ലിഫ്റ്റ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്, പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കല്യാണ മണ്ഡപം ഉണ്ടാക്കാൻ പോകണം, AC കല്യാണ മണ്ഡപം. AC കല്യാണ മണ്ഡപത്തിൽ ഇവിടുത്തെ കുട്ടികൾ കല്യാണം നടക്കട്ടെ രാജാജി നഗറിലെ. അതുപോലെ ഒരു മികച്ച താമസ സൗകര്യമാണ് അത് ഒരുക്കുന്നുണ്ട്. 100 കോടി രൂപ അതിനാണ് മാറ്റിവെക്കുന്നത്. 100 കോടി രൂപ വാഗ്ദാനമല്ല, നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വാഗ്ദാനം BJPക്ക് ഇല്ല. താങ്കൾ ഈ പഴയ ഈ കോൺഗ്രസ് സഹയാത്രികരുടെ വീടുകളിലൂടെ ഒക്കെ ചെല്ലുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ ഒരു വോട്ട് താങ്കൾക്ക് അനുകൂലമായി വരും എന്നൊരു പ്രതീക്ഷയുണ്ടോ? കോൺഗ്രസിന്റെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും വോട്ടുകൾ വികസനത്തിന് വേണ്ടി ഇന്ന് നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവരാഗ്രഹിക്കുന്നത് 50 വർഷമായിട്ട് ഇടിഞ്ഞു വീഴാനായ ഈ കെട്ടിടത്തിൽ കിടക്കുന്നു. ഭയാശങ്കയോടുകൂടി കിടക്കുകയാണ്. പല കുട്ടികളും തലയിൽ ഇതിന്റെ ഓരോ കഷ്ടങ്ങൾ വീണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, തയ്യലിട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ദുരന്ത അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ BJP ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അത് കിട്ടിയാൽ മാത്രമേ ഇവിടെ ഡെവലപ്മെന്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കൊടുത്ത ഡെവലപ്മെന്റ്സിന് കൊടുത്ത കാശുകളൊക്കെ വകമാറ്റി ചെലവാക്കിയത് കൊണ്ട് തന്നെ ഇവിടെ ഇന്നും പാവപ്പെട്ടവരായി കഴിയുന്നു. നമ്മൾ പാവപ്പെട്ടവരെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് എല്ലാവരും തുല്യരാണ്.
എന്ന നയത്തിലേക്ക് കൊണ്ടുപോകാനാണ് നരേന്ദ്രമോദിജി ശ്രമിക്കുന്നത്. ആ പാത ഞാനും പിന്തുടരും. അപ്പം പ്രചാരണം തുടരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അതാണ് 3 സ്ഥാനാർത്ഥികളുടെ അടുത്തും ഡാൻ സംസാരിച്ചു തമ്പാനൂർ വാർഡിലെ. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിയുമ്പോഴുള്ള റിബലായി മത്സരിക്കുക അതൊക്കെ സാധാരണമാണ്. കൊച്ചി കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ 3 ടേമുകളിലും കോൺഗ്രസ് കൗൺസിലറായിരുന്ന മാലിനി കുറുപ്പ് ഇത്തവണ റിബലായി മത്സരിക്കുമെന്നുള്ള വാർത്ത വരുന്നു. മേയർ സാധ്യതാ പട്ടികയിൽ ഒരാളായിരുന്ന മാലിനിക്ക് ഇക്കുറി പാർട്ടി സീറ്റ് നൽകിയിരുന്നില്ല. മേയറാകാൻ ഒരുങ്ങിയിരിക്കുന്ന ചിലർക്ക് വേണ്ടി തന്നെ വെട്ടിയൊതുക്കിയെന്നാണ് മാലിനിയുടെ പരാതി. ജില്ലാ നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും രാജിവെച്ചിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ വനിതാ സംവരണമാണ് മേയർ എന്ന പദം. അപ്പോൾ വലിയ സാധ്യതകൾ കോൺഗ്രസിന്റെ ഭാഗത്ത്, UDFന്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരാൾ മാലിനി എസ് കുറുപ്പ്. മാലിനിക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഏതായാലും വലിയ സാധ്യതകൾ കൽപ്പിച്ചിരുന്ന ഒരു പേര് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാവുന്നു. എന്താണ് അതിനൊരു കാരണമായിട്ട്? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. പാർട്ടി എന്നിൽ എന്ത് ഡിസ്ക്വാളിഫിക്കേഷനാണ് അവർ കണ്ടത്? കാരണം പെട്ടെന്ന് തലേ ദിവസം വരെ 99% എനിക്ക് സ്ഥാനാർത്ഥി ഞാനായിരിക്കും എന്ന് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട്, ഒറ്റ രാത്രിയും കൊണ്ട് എന്താ സംഭവിച്ചത്? പാർട്ടി എന്നിൽ എന്ത് ഡിസ്ക്വാളിഫിക്കേഷനാണ് കണ്ടത് എന്നുള്ള കാര്യം പാർട്ടിക്ക് തന്നെ അറിയത്തുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു അറിവോ ഒന്നും കാര്യങ്ങളോ ഇല്ല. ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പം ഡിക്ലെയർ ചെയ്യുമ്പം വേറൊരു സ്ഥാനാർത്ഥിയുടെ പേര് ഇവിടെ വരുന്നത്. ഞാൻ പാർട്ടിയോട് പല പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടു. ഞാൻ മാത്രം ഇവിടെ ജനങ്ങൾ മുഴുവനും ഒരു ജനവികാരമായിരുന്നു ഇവിടെ ജനങ്ങൾ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. ഞാനും പറഞ്ഞായിരുന്നു, നിങ്ങളിവിടെ ഒരു സർവേ എടുക്കുക, ഒരു ജനസർവേ എടുക്കുക, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ള കാര്യം. എനിക്കുണ്ട്. കാരണം ഞാൻ ഇവിടെ 5 വർഷം മുമ്പ് ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ, കാരണം എന്നെ പല വീടുകളിൽ എന്നെ വീട്ടിൽ കയറ്റുന്നില്ലായിരുന്നു വോട്ട് ചോദിക്കാൻ വേണ്ടി. കാരണം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമായിരുന്നു. 30-20% പോലും കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളായിരുന്നു ഇവിടെ. വീട്ടിനകത്തോടും കേട്ടു. ഞാനും ഹൈബിഡൻ എംപിയും ഓരോ വീടുകൾ വോട്ട് ചോദിക്കാൻ ചെന്ന സമയത്ത് അവിടെ നിന്ന് ഇന്നിപ്പോൾ എനിക്ക് 100% കുടിവെള്ളം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചുള്ള കൗൺസിലറാണ് ഞാൻ. അതുപോലെ തന്നെ ഇവിടെ ജനങ്ങളുടെ ഏതൊരു ക്ഷേമകാര്യങ്ങൾക്കാണെങ്കിലും അവരുടെ വികസന കാര്യങ്ങൾക്കാണെങ്കിലും പല കാര്യങ്ങൾക്കും ഞാൻ അവരുടെ ഒരു കൗൺസിലർ എന്ന നിലയിൽ മാത്രമല്ല, അവരൊരു സഹോദരി അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു അംഗമായിട്ട് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഒരു വനിതാ മേയർ എന്നെല്ലാം പറഞ്ഞ് വലിയ രീതിയിലേക്ക് ചർച്ച നടക്കുമ്പോൾ വളരെ കഴിഞ്ഞ 3 ടേമുകളായിട്ട് കൗൺസിലറായിട്ടുള്ള സീനിയറായ ഒരാളെ ഈ രീതിയിൽ മാറ്റി നിർത്തുന്നതിന് എന്തെങ്കിലും കാരണം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഒഴിവാക്കലാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടോ? ഒരു ഒഴിവാക്കൽ തന്നെയാണ് അത്. അതാ പറഞ്ഞത്. അതിൻ്റെ ഒരു കാരണം, അതിൻ്റെ ഒരു മറുപടി പറയേണ്ടത് DCC പ്രസിഡന്റും അല്ലെങ്കിൽ VD സതീശൻ സാറ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിനുള്ള മറുപടി പറയേണ്ടത്. എന്തുകൊണ്ടാണ്? കാരണം 5 ജനറൽ വാർഡുകളിൽ 4 ജനറൽ വാർഡുകളിലും വനിതാ സ്ഥാനാർത്ഥികൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്നെ മാത്രമേ ഇതിനകത്ത് ഒഴിവാക്കിയേക്കുന്നത്. ഒറ്റ ഒരാളെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് എന്താന്നുള്ള കാര്യം അത് പാർട്ടി അതിന് സമാധാനം പറയേണ്ടത്. എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മത്സരം, മേയർ സ്ഥാനത്തേക്ക് ഒരു മത്സരം ഇല്ലാതിരിക്കുന്ന ഒരാൾ ഒഴിവാക്കിയതാണ്? അതുമായിരിക്കാം. കാരണം ഈ പറയുന്ന പോലെ ഒരു സമുദായമായിട്ടുള്ള ഒരു ചർച്ച വരുമായിരിക്കും. അതിൽ നിന്നായിരിക്കും എന്നെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൻ ഉദ്ദേശം അതായിരിക്കും പാർട്ടിയുടെ. എന്തായാലും ഞാൻ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. ജനങ്ങളുടെ പിന്തുണയോട് കൂടി തന്നെ ഞാൻ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ മുതലാണെങ്കിൽ എനിക്ക് പല സ്ഥലത്തുനിന്ന് ഫോൺ കോൾ വരുന്നുണ്ട്. എന്നാലും ഞാൻ മുമ്പോട്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെ മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനം. ഒരു പാർട്ടിയുടെയും ഒരു പിന്തുണ ഇല്ലാതെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ജനപിന്തുണയോട് കൂടി തന്നെ മുമ്പോട്ട് പോകാൻ തന്നെ. പലർക്കും ജനറൽ സീറ്റിൽ പരിഗണന കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞത് 5 ജനറൽ സീറ്റിൽ സ്ഥാനാർത്ഥികൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 പേർക്ക് കൊടുത്തു. എന്നെ മാത്രമേ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. കൂടുതൽ പരിഗണനാ സീറ്റുകൾക്ക് ലഭിച്ചപ്പോൾ ജനറൽ സീറ്റുകൾ മറ്റ് സ്ത്രീകൾ കൂടുതലായിട്ട് മത്സരിക്കുമ്പോൾ തന്നെ ഒഴിവാക്കി എന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ട്. അതിൽ മറ്റു പല പേരുകൾക്കും എളുപ്പത്തിൽ മേയർ സ്ഥാനത്തേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ആ രീതിയിലേക്ക് തന്നെ വെട്ടിമാറ്റിയതെന്ന് തന്നെയാണ് മാലിനി കുറുപ്പ് ആരോപിക്കുന്നത്. ഏതായാലും അത്തരം ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വമാണ് ഉത്തരം പറയേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയതയിലേക്ക് കൊച്ചി കോർപ്പറേഷനിലടക്കം ഈ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മാറുന്നുമുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഞാനിപ്പോൾ ന്യൂസ് 18 കൊച്ചി. അതേസമയം സ്ഥാനാർത്ഥി നിർണയം വന്നതോടെ കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായ KA അൻസിയ CPIയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ആരോപിച്ചാണ് ആ രാജി ഉണ്ടായിരിക്കുന്നത്. മഹിളാ സംഘം സെക്രട്ടറി സ്ഥാനവും CPI മണ്ഡലം കമ്മിറ്റി അംഗം അടക്കമുള്ള സ്ഥാനങ്ങൾ പാർട്ടി അംഗത്വത്തിൽ നിന്നും രാജിവെക്കുന്നതായി അൻസിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായിരുന്ന കെ അൻസിയ CPIയിൽ നിന്നും രാജിവെക്കുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. CPIയിൽ അവർ മഹിളാ സംഘം സെക്രട്ടറി ആയിരുന്നു, അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി അംഗവുമാണ്. ഈ പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങൾ ഉൾപ്പെടെ പാർട്ടി മെമ്പർഷിപ്പ് ഉൾപ്പെടെ രാജിവെക്കുകയാണ് എന്നാണ് വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥിത്വം, CPIക്ക് നൽകിയിരിക്കുന്ന ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥിത്വം മഹിളാ സംഘം സെക്രട്ടറി ആയിരുന്ന താൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നിരവധി വനിതകളുടെ പേര്, അതായത് പ്രവർത്തന പരിചയമുള്ള അല്ലെങ്കിൽ പാർട്ടിയിൽ നിരന്തരം നാളുകളായി പ്രവർത്തിക്കുന്ന നിരവധി വനിതകളുടെ പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. അതിൽ നിന്നും ആദ്യം 3 പേരാണ് ജില്ലാ കമ്മിറ്റിക്ക് പോയിരുന്നത്. പക്ഷേ മെമ്പർഷിപ്പ് പോലുമില്ലാത്ത ഒരാളുടെ പേര് മാത്രമാണ് സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. ആ പേര് സജസ്റ്റ് ചെയ്തതും അതിൽ നിന്ന് പാർട്ടിയിൽ ഒരാൾ മാത്രമാണ് അവരുടെ പേരും സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ മറ്റ് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരുന്ന ആളുകളുടെ പേരുകളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു, പിന്തുണച്ചിരുന്നു. പക്ഷേ ഇവരെ ആരും പിന്തുണച്ചില്ല. ഈ നിർദ്ദേശിച്ച ഒരാൾ മാത്രമായിരുന്നു അവരെ പിന്തുണച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ആ പേര് തന്നെ ജില്ലാ കമ്മിറ്റി സജസ്റ്റ് ചെയ്ത് അവർ തന്നെ മത്സര രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തോട് പ്രതിഷേധാത്മകമായി തന്നെ അതിനോട് പ്രതികരിക്കുകയാണ് ഈ ഡെപ്യൂട്ടി മേയർ കെ അൻസിയ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് വനിതാ പ്രവർത്തകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിഷേധം പാർട്ടിയോട് അറിയിച്ചു എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി മീറ്റിങ്ങുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും അവസാന ഘട്ടം പാർട്ടി സ്ഥാനാർത്ഥിത്വം വ്യക്തമാക്കിയത് ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആൾക്കാണ്, അല്ലെങ്കിൽ പ്രവർത്തന പരിചയമില്ലാത്ത ആൾക്കാണ് എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യവും. അതിൽ പ്രതിഷേധിച്ചാണ് അൻസിയ തൻ്റെ പാർട്ടിയിൽ നിന്നും താൻ രാജിവെക്കുന്നു, പാർട്ടി മെമ്പർഷിപ്പ് ഉൾപ്പെടെ രാജിവെക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ആരും പിന്തുണക്കാത്ത 4 പേരും 5 പേരും ഒന്നും പറയാത്ത ഒരു വ്യക്തി കൊണ്ടുവന്ന ഒരാളുടെ പേരാണ് 1ാം സ്ഥാനത്ത്, സ്ഥാനാർത്ഥി നിർണയത്തിലെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, അത് ലിസ്റ്റ് ക്രോഡീകരിച്ചത് എങ്ങനെയാണെന്നുള്ള. അപ്പോൾ മണ്ഡലം കമ്മിറ്റിയിലെ സഖാക്കൾക്ക് അത് പറയാൻ പോലുള്ള ഒരു അവസരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്നവരൊന്നും കൊടുത്തില്ല. നമ്മുടെ മണ്ഡലം ജില്ലാ സെക്രട്ടറി തന്നെ, മഹിളാ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയും ഉണ്ടായിരുന്നു അന്നത്തെ മീറ്റിങ്ങിൽ. അപ്പോൾ ലിസ്റ്റ് എങ്ങനെയാണ് ക്രോഡീകരിച്ചതെന്ന് വെച്ചപ്പോൾ ഈ ലിസ്റ്റാണ് 1ാമതായിട്ട് കിടക്കുന്നത്. നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത, നമ്മുടെ മഹിളാ സംഘത്തിൽ ഒരു പ്രവർത്തനവും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പേരാണ് 1ാം. അതിനോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ വഹിക്കുന്ന ഈ ചുമതലകൾ പാർട്ടിയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നേരത്തെ മട്ടാഞ്ചേരി 5ാം വാർഡായിരുന്നു, അത് ഡീലിമിറ്റേഷൻ വന്ന മട്ടാഞ്ചേരി 5ാം ഡിവിഷനായിരുന്നു. അത് ഡീലിമിറ്റേഷൻ വന്ന സാഹചര്യത്തിൽ അത് 3 ഡിവിഷനുകളായിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഏത് സീറ്റാണോ CPIക്ക് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അതും വളരെ താമസിച്ചാണ് അറിയിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് വോട്ട് ഷെയർ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലും വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒടുവിൽ താൻ മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ തൻ്റെ പേര് നിർദ്ദേശിക്കേണ്ട, തനിക്ക് പാർട്ടി ഒരു നല്ല സ്ഥാനം തന്നിരുന്നു, അത് മറ്റുള്ള ആളുകൾക്ക് കൂടി അത്ര അവസരങ്ങൾ ലഭിക്കണം എന്നുള്ള ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ട് താൻ മത്സര രംഗത്തു നിന്ന് നേരത്തെ തന്നെ പിന്മാറിയിരുന്നതാണ്. പക്ഷേ പാർട്ടിയിൽ പ്രവർത്തന പരിചയമുള്ള ആളുകൾക്ക് അവസരം നൽകിയില്ല എന്നുള്ളതിലുള്ള പ്രതിഷേധത്തോടെയാണ് കെ അൻസിയ ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ റിപ്പോർട്ടാണ് കണ്ടത്. തൃക്കാക്കര നഗരസഭയിലേക്ക് എത്തുമ്പോൾ CPI ഒറ്റയ്ക്ക് അവിടെ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. CPIയുടെ സിറ്റിംഗ് സീറ്റുകൾ CPM വിട്ടു നൽകാത്ത സാഹചര്യത്തിലാണ് നീക്കമുണ്ടായിരിക്കുന്നത്. നഗരസഭയിലെ 16 വാർഡുകളിൽ മത്സരിക്കാനാണ് CPIയുടെ തീരുമാനം. എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. 28 ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 2020 ബന്ധം ഉപേക്ഷിച്ചെത്തിയ കുന്നത്തുനാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോലഞ്ചേരിയിൽ മത്സരിക്കും. മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു വാർത്ത, അരിയിൽ ഷുക്കൂർ കൊലക്കേസ് പ്രതി PP സുരേഷനും CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. തളിപ്പറമ്പ് പട്ടുവം പഞ്ചായത്തിലെ 14ാം വാർഡിലാണ് സുരേഷൻ മത്സരിക്കുന്നത്. കേസിലെ 28ാം പ്രതിയാണ് സുരേഷൻ. CBIയുടെ കുറ്റപത്രത്തിൽ ഗൂഢാലോചന കുറ്റമാണ് ഇയാൾക്കെതിരെ ഉള്ളത്. ഇന്നലെ അറിയാം, ഫസൽ വധക്കേസിലെ പ്രതി കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വാർത്ത വന്നിരുന്നു. 16ാം വാർഡിലാണ് ചന്ദ്രശേഖരൻ മത്സരിക്കുക. 2015 തലശ്ശേരി നഗരസഭാ ചെയർമാനായിരുന്ന ഘട്ടത്തിലാണ് ഫസൽ കേസിൽ ഈ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന വിധി വന്നിരുന്നത്.
കാരശ്ശേരിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ലീഗിൽ വാക്കുതർക്കമുണ്ടായി. ലീഗിന് ലഭിച്ച കാരശ്ശേരി 16-ാം വാർഡ് സീറ്റിൽ കോൺഗ്രസ് അനുഭാവിയെ സ്വതന്ത്ര ചിഹ്നത്തിൽ നേതൃത്വം മത്സരിപ്പിക്കുന്നു എന്നാരോപിച്ചായിരുന്നു ലീഗിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം. നോർത്ത് കാരശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലാണ് വാക്കുതർക്കമുണ്ടായത്. ലീഗിന്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ മത്സരിക്കണമെന്ന് പ്രതിഷേധിച്ചവർ പറഞ്ഞു. ഇന്നത്തെ നാട്ടിലോട്ട് പൂർണ്ണമാവുകയാണ്. ഇനി